ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റ് ഹോൾഡർ മൂവി മീഡിയ. ഇന്ന് പറയാൻ പോകുന്നത് ഇൻക നാൻഡൻ കിങ് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സന്തനം, പിന്നെ ഏതൊരുപതി, പിന്നെ തമ്പി രാമയ്യ, വിവേക് പ്രസന്ന, ഒക്കെയാണ് മനോബാല എന്നവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അബവ് ആവറേജാണ്. കൊള്ളാം, പക്ഷേ അബവ് ആവറേജാണ്. കൊള്ളൂല എന്നല്ല ഉദ്ദേശിച്ചത്, കൊള്ളാം പക്ഷേ അബവ് ആവറേജാണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പടത്തിൻ്റെ മ്യൂസിക് എഴുതിയാണ് ഡി ഇമ്മനാണ്. എൻ്റെ പൊന്നിമ്മൻ എന്ന പാട്ട് വേറെ ലെവൽ, പക്ഷെ ബീജം ശോകം. ഉദ്ദേശിച്ച ഫസ്റ്റ് ഹാഫിലാണ്, സെക്കൻഡ് ഹാഫിൽ നൈസായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റോറി പഴയുടെ അറസ്റ്റ് പടം എന്നടി ഒരു കാര്യമില്ല. പഴയ ഇത് സ്റ്റോറി എടുത്ത് റീമാസ്റ്റർ ചെയ്ത് എഴുതിച്ചാണ്, ഇത്രേ ഉള്ളൂ. കുറച്ച് കോമഡി ഹ്യൂമേഴ്സ് ഒക്കെ ഉണ്ട്, ഇത്രേ ഉള്ളൂ. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചതിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ വില്ലന്മാരുടെ കാര്യത്തിലെത്തുമ്പോൾ മനുഷ്യാന്തരം ഉണ്ട് ഈ പടത്തിൽ കോമഡി അടിക്കാൻ വേണ്ടിയിട്ട്. എന്തിനൊന്നാണോ കഷ്ടകാലത്തിന്. പിന്നെ കോമഡി ഫസ്റ്റ് ഹാഫിൽ വർക്ക്, ബട്ട് ഇൻ സെക്കൻഡ് ഹാഫ് നോട്ട് വർക്ക്, വേസ്റ്റായിപ്പോയി. പിന്നെ വില്ലന്മാരുടെ കാര്യം പറയാനാണ്, പ്രസന്നയുടെ വില്ലത്തിനും കൊള്ളാം, ഡബിൾ റോളാണ്. അതിലൊരുത്തൻ വില്ലൻ, വേറൊരുത്തൻ വില്ലനായി, നായകൻ്റെ സുഹൃത്ത്, അങ്ങനെയാണ്. എൻ്റെ തീവ്രവാദി എൻ്റെ പെർഫോമൻസ് കൊള്ളാം. ബാക്കിയില്ലെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ചേമാരൊന്നും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ട് പോലില്ല. മൊക്ക വില്ലൻസാണ്. പടം കൊള്ളാം, പക്ഷെ മൊക്ക വില്ലനാണ്. ഈ മൊക്ക വില്ലൻ കാരണം എത്ര പടം ഉണ്ടോടോ, ഒരു ചെരുപ്പാലടിക്കായിരുന്നു ഇവന്മാരൊക്കെ, കഷ്ടൻ്റെകൾ. ബാക്കി എല്ലാവരും നല്ലോട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അഭിനയിച്ച ബാക്കി എല്ലാവരും നല്ലോട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ വീഡിയോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫിലാണ് ഒരു നല്ലൊരു ബീജത്തിലൂടെ എത്തിയെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഡയറക്റ്റഡ് ബൈ ആനന്ദ് നാരായൺ. ഇതൊക്കെ ഏത് ഡയറക്ടറോടെ അങ്ങനെ മാത്രമേ വാചാരിക്കാനുള്ളൂ. ഇതിൻ്റെ ഓഡിയോ റൈറ്റ്സ് വാങ്ങിച്ചാൽ സരിഗമ തമിഴാണ്. അവർക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിഞ്ഞൂടാ. പിന്നെ ഈ സിനിമയുടെ IMDb റേറ്റിംഗ് ആയിട്ട് ഞാൻ കൊടുക്കാൻ പോണത് 7/10 ആയിരിക്കും, ഉറപ്പിച്ച് പറയണം. അല്ലെങ്കിൽ കൊടുത്ത് കഴിഞ്ഞു, അത് വേറെ കാര്യം. പിന്നെ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ പേരും ഇത് തന്നെയാണ്, കാസ്റ്റ് ഹോൾഡർ മൂവി മീഡിയ തന്നെയാണ്. അപ്പോൾ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിലും ഈ വീഡിയോ ഇടും, അപ്പോൾ അതിലിരുന്ന് കണ്ടാൽ മതി. പിന്നെന്താണ്, പിന്നെ ഈ പടത്തിൽ പറയാനുള്ള എഡിറ്റിംഗ് അല്ല, ഡ്യൂറേഷൻ 2 മണിക്കൂർ 10 മിനിറ്റ്, ഇത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു 1 hour 50 minutes അത്രയും ആവശ്യമുള്ള സാധനത്തിന് ഇത്രയും ഒരു 20 മിനിറ്റ് കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം, എന്താ മനസ്സിലാവുന്നില്ല. സിനിമാറ്റോഗ്രഫി സൂപ്പർബ്. സ്ക്രീൻ പ്ലേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ആ സൈഡിൽ എനിക്കെന്താ മനസ്സിലായില്ല. പിന്നെ കുറച്ച് നോൺ ലോജിക് സീൻസ് ഉണ്ട്, അത് ഇവിടെ പറയാനില്ലേ. പിന്നെ ഈ പടം കാണണമെങ്കിൽ നമ്മളിപ്പോൾ തെലുങ്ക് മാസ് മസാല കാണുമ്പോൾ ലോജിക്ക് എടുത്ത് ഏതെങ്കിലും മിക്സിയുടെ ജാറിലോട്ട് വയ്ക്കണമെന്ന് പറയും. അതേപോലെ ഇതും അങ്ങനെ വെച്ചിട്ട് ഇരുന്ന് കാണാം, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഒന്നുമില്ലടേ, വേറൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ വേണേ.
അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ബസ്കസ്.